ഇതിൽ കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നത് 1.5 4 സിലിണ്ടർ വരുന്ന എഞ്ചിനാണ്. 3 സിലിണ്ടർ വരുന്നത് 1.5 4 സിലിണ്ടർ വരുന്നുള്ളൂ. ടയർ കണ്ടീഷൻ ഒരു 90% 4 ടയറും ഓക്കെയാണ്. പിന്നെ ഇതിൽ എക്സ്ട്രാ പറയേണ്ട ആവശ്യമില്ല. ലെതർ സീറ്റ്, 10 എയർ ബാഗ്, നാവിഗേഷന്, ഒരുപാട് കൺട്രോളുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മളതിൽ എടുത്തു പറയേണ്ടത് അന്നത്തെ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. വേറെ റീപ്ലേസ് അപാകതകളൊന്നുമില്ല. സർവീസ് ബുക്ക്, സെക്കൻഡ് കീ ഒക്കെ ഉള്ള വാഹനം. സെക്കൻഡ് കീ ഉണ്ട്. നമ്മൾ കാണിച്ച എല്ലാ വണ്ടിക്കും സെക്കൻഡ് കീ ഉണ്ട്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഒരു ഹോണ്ട ജാസ് ആണ്. KL63 രജിസ്ട്രേഷൻ വരുന്ന ജാസ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫ്ലഡ് ആണ്. അതെ, എന്നാലും വണ്ടി ഓവറോൾ എല്ലാ ഭാഗവും ഓക്കെയാണ്. വേറെ എക്സ്ട്രാ ഒരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും സമീറിന്റെ RB മോട്ടോഴ്സിലേക്ക് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും സ്വാഗതം. സുഖമല്ലേ? ഓ, സുഖമായിട്ട് പോകും. 2024 ആദ്യ വീഡിയോ ആണ് നമ്മുടെ. അപ്പോ യാതൊന്നുകൂടെ വിപുലീകരിച്ചിട്ടുണ്ട്. വീടിന്റെ മുന്നിലായിട്ട് കുറച്ചുകൂടെ നമ്മളെ പുതിയ വീടിന്റെ പണികളൊക്കെ കഴിഞ്ഞെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നിലവില് ഒരു 40 വണ്ടികൾ സ്റ്റോക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. അപ്പൊ 40 വണ്ടികളും നിലവിലുണ്ട്. ഒരു 35 ഡീസൽ വണ്ടിയും 5 പെട്രോൾ വണ്ടിയാണ് ഇപ്പോൾ അങ്ങനെയുള്ളത് അല്ലേ സ്റ്റോക്ക്. ഓക്കെ, എന്തായാലും ഒരു മാന്യമായ വിലയിൽ തന്നെ വണ്ടികൾ കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ വേറെ എക്സ്ട്രാ വാടക ഒന്നും കൊടുക്കണ്ട. സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് തന്നെയാണ്. അത്യാവശ്യം നമുക്ക് എല്ലാ വണ്ടികളും ഉൾക്കൊള്ളാനുള്ള സ്ഥലമുണ്ട്. പിന്നെ നമുക്ക് പിന്നെ ഈ വീഡിയോ കണ്ടിട്ടാണ് 90% ആളുകൾ വരുന്നത്. പിന്നെ ആ ഒരു മുമ്പ് വണ്ടി എടുത്ത ബന്ധത്തിലും കൂടുതൽ ആളുകൾ വരുന്നത്. നമുക്ക് പിന്നെ പുറത്തോട്ട് വരേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഇനി വരുമ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പെരിന്തൽമണ്ണ പോകുന്ന റൂട്ടിൽ റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ട് ചാരി വ്യാപാരി ഭവൻ റോഡ് അതാണ്. അത് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സമീറിന്റെ വീട്, യാർഡ് എല്ലാം. പിന്നെ ഈ 24 മുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ വണ്ടികൾക്കും 1 വർഷം അല്ലെങ്കിൽ 6 മാസം റോഡ് സൈഡ് അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ 21 മുതൽ ഡെലിവറി എടുത്ത എല്ലാ വണ്ടികൾക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന കസ്റ്റമർ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിൽ എവിടെ ആയാലും ഫ്യൂൽ കഴിഞ്ഞ് കുടുങ്ങിയാൽ തന്നെ നമുക്ക് അതിന് റിക്കവറി ചെയ്യാൻ ആളുകൾ നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് ആണ്. അത് നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്പർ തരും. അവർ വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഫ്യൂല് തീർന്നാലൊക്കെ ഹെൽപ്പ് ചെയ്യും. ഫ്യൂലിന്റെ പൈസ കൊടുത്താൽ മതി. അത് അത്രേ ഉള്ളൂ. ഓക്കെ, ബാക്കി എല്ലാം വണ്ടികളെല്ലാം ചെക്ക് ചെയ്യുന്ന ഉറപ്പുവരുത്തുന്ന ഗ്യാരണ്ടി എല്ലാ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുകയുള്ളൂ. പിന്നെ ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും ഒരു മെക്കാനിക്കിനെയോ അല്ലെങ്കിൽ ഷോറൂമിലോ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് മാത്രം എവിടുന്ന് വണ്ടി എടുക്കുക. അത് കാരണം നമ്മൾ വാഹനങ്ങളാണ്, ഏത് വാഹനമാണെങ്കിലും നമ്മളെ ഇതിൽ എല്ലാം നമ്മൾ പറയുന്നതിൽ പുറമെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോറൂമിൽ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ വണ്ടിയെ അറിയുന്ന മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിരിക്കുക. അതായത് മൂന്നാമതൊരു കണ്ണിൽപ്പെട്ടാൽ പെടും. അത് 2 ആളുകൾ 3 ആളുകൾ പോകുമ്പോൾ 3 ആളുകളുടെ രീതിയിലാണ് അത് കാണുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നമ്മളറിയാത്തത് അവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം വണ്ടി എടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. ബാക്കി നമുക്ക് ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. കുറേ SUV-കളാണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു. SUV-കളുണ്ട്, സെഡാൻ ഉണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാ വാഹനങ്ങളും. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ഫോളോ ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അതിൽ ലഭിക്കുന്നതാണ്. വാട്സപ്പ് ത്രൂ ലഭിക്കുന്നതാണ്. നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഒരു SUV-ൽ തുടങ്ങാം. ടാറ്റ ഹാരിയർ ആണ്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള ഹാരിയർ. അതെ, ഇത് 2019 ഡീസൽ വണ്ടി. ഡീസൽ വാഹനമാണ്. XZ ഏറ്റവും ടോപ്പ് വേരിയന്റ് 2 ലിറ്റർ വരുന്ന ഡീസൽ എഞ്ചിന്. XZ ആണോ പ്ലസ് ആണോ? XZ പ്ലസ് തന്നെ ഏറ്റവും ടോപ്പ് ആണ്. 2 ലിറ്റർ. അന്ന് 10 എയർ ബാഗ് കാര്യങ്ങൾ. അന്ന് സൺറൂഫ് വരുന്നില്ല, ഓപ്പൺ റൂഫ് വരുന്നില്ല. ഇത് അന്നത്തെ ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഓക്കെ, വേറെ ഒരു ക്ലെയിമോ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ കമ്പനി സർവീസ് ചെയ്തിട്ടുണ്ട്. 87 കമ്പനിയിൽ നിന്ന് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. 90ന്റെ ചെക്കപ്പും കഴിഞ്ഞിട്ടുണ്ട് ഷോറൂമിൽ നിന്ന്. അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ ഈ വർഷം 5-ാം മാസം വരെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. 15 ലക്ഷം IDV ഉണ്ട്. ഫുൾ കവർ ഇൻഷുറൻസ് 15 ലക്ഷം IDV എന്ന് വെച്ചാൽ ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ. ഇൻഷുറൻസ് കമ്പനി വണ്ടിക്ക് കൊടുക്കുന്ന വിലയാണ്. നമ്മുടെ ടോട്ടൽ ലോസ് ആയാലോ അല്ലെങ്കിൽ വണ്ടി നഷ്ടപ്പെട്ടാലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഒരു പ്രൈസ് ആണ് ആ ഒരു IDV എന്ന് പറയുന്നത്. അത് മാക്സിമം നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നതിന്റെ കൂട്ടിയെടുക്കുക. ഏത് വണ്ടിക്ക് നിങ്ങൾ ഇൻഷുർ എടുക്കുമ്പോൾ IDV കൂട്ടിയെടുക്കുക. ഇത് 2019 വാഹനമാണ്.
വേറെ ക്ലെയിം ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഡീസലിൽ 15 കിലോമീറ്ററാണ് കമ്പനി മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലോങ് ഡ്രൈവിലൊക്കെ 17 വരെയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് പ്രതീക്ഷിക്കേണ്ട. ലോങ്ങിൽ നമുക്ക് ഒരു 16 ഒക്കെ പ്രതീക്ഷിക്കാം. 13-15 റേഞ്ച് ആ റേഞ്ചിൽ ഡീസലിൽ 2 ലിറ്റർ ഡീസലാണ്. പിന്നെ എക്സ്ട്രാ ഒന്നും അതേപോലെ തന്നെ MG ഡീസൽ 2 ലിറ്റർ ആണ് വരിക. ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അതെ. ഓക്കെ, ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാം. 12,90,000 രൂപ കൊടുക്കാം. 2019 വണ്ടി ഷോറൂം സർവീസ് ഉള്ളതാണ്. 12,90 ഫുൾ കമ്പനി സർവീസ് പോയ വാഹനമാണ്. 15 ലക്ഷം ID ഉണ്ട്. നമുക്ക് കസ്റ്റമറെ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ മാക്സിമം അവർക്ക് ലോണും ചെയ്ത് കൊടുക്കാം. വേറെ എടുത്തിട്ട് കസ്റ്റമർ വേറെ ഒന്നും ചെയ്യാനില്ല. ടയർ കണ്ടീഷൻ ഒരു 90% 4 ടയറും ഓക്കെയാണ്. പിന്നെ ഇതിൽ എക്സ്ട്രാ പറയേണ്ട ആവശ്യമില്ല. ലെതർ സീറ്റ്, 10 എയർ ബാഗ്, നാവിഗേഷന്, ഒരുപാട് കൺട്രോളുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മളതിൽ എടുത്തു പറയേണ്ടത് അന്നത്തെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. അപ്പോൾ ക്രൂസ് കൺട്രോൾ എല്ലാം വരും. ക്രൂസ് കൺട്രോൾ ഡൗട്ട് വെച്ചിട്ട് ഒരാൾ വിളിച്ചിരുന്നു. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഒന്നുമില്ല, നമ്മളൊരു സ്പീഡ് ലിമിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആക്സലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ലിമിറ്റ് കണ്ടിന്യൂ നമുക്ക് പോകാൻ പറ്റുന്ന ഏരിയ വരെ നമുക്ക് പോകാൻ പറ്റും. അതെ, സ്റ്റാരിങ്ങിൽ തന്നെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം, ബ്രേക്കിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്രേക്ക് കാലുകൊണ്ട് നമ്മൾ ചവിട്ടിയാൽ മാത്രമേ ഇത് പോകത്തുള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 12,80,000 മാക്സിമം നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കും. കസ്റ്റമർക്ക് 15 ലക്ഷം IDV ഉണ്ട്, മാക്സിമം കുറച്ച് കൊടുക്കാം. ജീപ്പ് കോമ്പസ് ആണ്, ലിമിറ്റഡ് ആണ് ഓപ്ഷൻ വരുന്നത്. KL9 പാലക്കാട് രജിസ്ട്രേഷൻ വാഹനം. അതെ, ഇത് 2017 വരുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ്, സിംഗിൾ ഓണർഷിപ്പ്, ക്ലെയിം ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, സർവീസ് ബുക്ക്, സെക്കൻഡ് കീ എല്ലാം ഉള്ള വാഹനം. ഡീസലിൽ 17 കിലോമീറ്റർ മൈലേജ് പറയുന്ന ഒരു 15 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വാഹനം. അന്ന് ഏകദേശം 30 ലക്ഷം 28ഉം 3 ലക്ഷം ടാക്സും വന്നിട്ടുള്ള വാഹനമാണ്. ലിമിറ്റഡ്. പിന്നെ ഇതിലൊന്നും എക്സ്ട്രാ ഒന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാ ഫീച്ചേഴ്സും വരും. 4 ടയർ, ഒരു 90% ടയർ ഉണ്ട്. ഇൻഷുറൻസ് അടുത്ത ഈ വർഷം 9-ാം മാസം വരെ ഇൻഷുറൻസ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ്. ഫസ്റ്റ് ക്ലാസ് അല്ല, ബമ്പർ ടു ബമ്പർ ആണ്. അതും പറഞ്ഞുതരാം. ബമ്പർ ടു ബമ്പർ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ, ഒരു ഡോറോ എന്തെങ്കിലും തട്ടി പൊട്ടോ എന്തൊക്കെ ചെയ്തതിനേക്കാം, നമ്മൾ ഇൻഷുറൻസ് നമ്മൾ ഷോറൂമിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെറും 1000 രൂപയുടെ പേപ്പർ വർക്ക്, 1,200 രൂപയുടെ പേപ്പർ വർക്ക് മാത്രമേ വരത്തുള്ളൂ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിൽ. അത് കമ്പനി മാക്സിമം എന്ന് വെച്ചാൽ ഒരു 3 വർഷം വരെയൊക്കെ കൊടുക്കത്തുള്ളൂ, 3-4 വർഷം വരെയൊക്കെ കൊടുക്കത്തുള്ളൂ. പ്രോപ്പറായിട്ട് നമ്മൾ ഒരു ക്ലെയിമും ചെയ്യാതെ പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ ചിലപ്പോൾ ഒരു 5 വർഷം വരെയൊക്കെ കിട്ടും. ഇത് 17 ആണ്, അതിലും കൂടുതൽ വർഷം കിട്ടിയിട്ടുണ്ട്. ക്ലെയിം ഇല്ലാതെ കൊണ്ടു നടക്കുന്ന നോ ക്ലെയിം ബോണസ് തന്നെ ഏകദേശം കുറച്ച് സംഖ്യക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഇതിന് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു ഹെഡ്ലൈറ്റിനൊക്കെ 65,000 രൂപയാണ് കമ്പനി പ്രൈസ് വന്നിട്ടുള്ളത്. അത് ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് അതിന്റെ 50% നമ്മൾ പേ ചെയ്യണം. 50% ഇൻഷുറൻസ് കമ്പനി തരും. ഇപ്പോൾ 1 ലക്ഷത്തിന്റെ ക്ലെയിം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുമെന്ന് വെച്ചാൽ 50,000 രൂപയാണ് നമ്മുടെ കൈ കിട്ടുക. നമ്മൾ ബമ്പർ ടു ബമ്പർ അല്ലെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസ് ആണെങ്കിൽ, തേർഡ് പാർട്ട് ആണെങ്കിൽ അതും കിട്ടത്തില്ല. മൂന്നാമതാരാണോ നമ്മുടെ പേരിൽ കേസ് കൊടുത്തേ അവർക്ക് കിട്ടത്തുള്ളൂ, നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, ഇത് ഡീസലില് ഒരു 16-15 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന നല്ല നീറ്റ് കണ്ടീഷനുള്ള വാഹനം. ഒരു പണിയും നമ്മൾ എടുത്തിട്ട് എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യമില്ല. ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ, റെഗുലർ ചെക്കപ്പ്, അത് ഏത് വണ്ടി എടുത്താലും നമ്മൾ ചെയ്യണം. ഓട്ടം പോയിട്ടുണ്ടോ? കിലോമീറ്റർ 1ന്റെ മുകളിൽ ഓടിയിട്ടുണ്ട്. ഫുൾ സർവീസ് ഷോറൂമിൽ നിന്നാണ്. പേടിന്നെ വേണ്ട. US കമ്പനി, അതായത് അമേരിക്കൻ കമ്പനികളാണ്, നമ്മൾ പേടിക്കന്നെ വേണ്ട. അത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ്. നമുക്ക് റേറ്റ് വന്നിട്ടുള്ള 11.5 രൂപ. 11,50,000 രൂപയ്ക്ക് 2017 ജീപ്പ് കോമ്പസ് സ്വന്തമാക്കാം. ഓക്കെ, ഇതും ഹാരിയറും വിലയിലും വ്യത്യാസമുണ്ട് കേട്ടോ. വ്യത്യാസമുണ്ട്. കാരണം ആ വണ്ടിക്ക് 19 ഇപ്പൊ 33 ലക്ഷം ആയിട്ടുണ്ട്. അന്ന് 26-27 അടുത്ത്. ഇതിന് ഏകദേശം 10-31 വരുന്നു. 30 ലക്ഷം, 28ഉം 3 ലക്ഷം ടാക്സും വരും. ഓൺ ദ റോഡ് വരുമ്പോൾ 30 ലക്ഷം രൂപന്റെ മുകളിൽ വരും. രണ്ട് കാറ്റഗറിയാണ്. മെയിൻ്റെനൻസ് ചാർജും അതിനേക്കാൾ ഇതിന് കൂടുതലായിരിക്കും. കാരണം തീർച്ചയായും കൂടുതലായിരിക്കും. വിദേശ കമ്പനി ജീപ്പാണ്. അതെ. ഓക്കെ, മാക്സിമം ലോൺ കയറുമോ? ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കുക. കസ്റ്റമർക്ക് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കുക. 10 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് എല്ലാ ബാങ്കുകളും ഇല്ല, ചില ബാങ്കുകൾക്ക് IT ഫയൽ, ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആളുകൾക്ക് 10 ലക്ഷത്തിന് മുകളിൽ കിട്ടുള്ളൂ. അപ്പോൾ അത് കൂടി ശ്രദ്ധിക്കുക. അതിൽ 10 ലക്ഷത്തിന് മുകളിൽ IT ഇല്ലാതെ ചെയ്യുന്ന ബാങ്കുകളുണ്ട്. ചെറിയ ഇൻട്രസ്റ്റിൽ വ്യത്യാസം വരും. ഇൻകം ടാക്സ് അടക്കുന്നവർ, അതാണ് IT. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു സെഡാൻ വന്നു. ഓഡിയാണ്. ഓഡിയുടെ A4 KL40 പെരുമ്പാവൂർ രജിസ്ട്രേഷനുള്ള വാഹനം. കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വരുന്ന അന്നത്തെ ടോപ്പ് വേരിയന്റ്. പ്രീമിയം പ്ലസിന്റെ മുകളിലാണ് S ലൈൻ എന്നുള്ള ഓപ്ഷൻ വരുന്നത്. അത്
2012 എസ് ലൈന് ഡീസൽ എഞ്ചിൻ വരുന്ന 88,000 കിലോമീറ്റർ ഓടിയ വാഹനം KL40 ആണ്. 88 ഓടിയിട്ടുള്ളൂ അല്ലേ? പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. നമ്മൾ കമ്പനിയിൽ നിന്ന് പോയിട്ട് ചെക്ക് ചെയ്തിട്ടില്ല, പക്ഷേ എടുത്ത പാർട്ടി പറഞ്ഞാണ്. 4 മിച്ചിലിന്റെ പുതിയ ടയർ ഇട്ടിട്ടുണ്ട്. മിച്ചിലിനാണ്. ബ്രേക്ക് പാഡുകൾ മാറിയിട്ടുണ്ട്. പിന്നെ മെക്കാനിക് ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. കസ്റ്റമർക്ക് ഇൻഷുറൻസ് നിലവിൽ വാലിഡ് അല്ല. അപ്പോൾ നമ്മൾ പുതിയ എടുത്തു കൊടുക്കും. 10.5 ലക്ഷം IDV ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. ഇൻഷുറൻസിന് 10.5 ലക്ഷം IDV ഇടാൻ 17 രൂപ വരും. 17,000 രൂപ 10 ലക്ഷം IDV ഇടാൻ. അത് തേർഡ് പാർട്ടി എടുക്കാനാണെങ്കിൽ 9,700 സംതിങ് ആണ്. ഇപ്പോൾ 5 ലക്ഷം ഇടാണെങ്കിൽ അതിന്റെ ചെറിയ നമ്മൾ എടുത്തു കൊടുക്കും. 10.5 ലക്ഷം IDV എടുത്തു കൊടുക്കും. കാരണം ഈ വാഹനം നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് 10,90,000 രൂപയാണ്. അതിന്റെ ഒരു 90% നമ്മൾ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2012 ഓഡി A4 ഡീസൽ എസ് ലൈൻ ആണ്. 10,90,000 രൂപയാണ് പാസ് ചെയ്യുന്നത്. അതിൽ തന്നെ മാക്സിമം ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ എഞ്ചിനാണ്. മെക്കാനിക് ഭാഗങ്ങളൊന്നും എല്ലാ ഭാഗവും ക്ലിയർ ആണ്. സസ്പെൻഷൻ ആണെങ്കിലും മെക്കാനിക് ആണെങ്കിലും ഒക്കെ ക്ലിയർ ആണ്. ഓടിക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും ഈ കാറ്റഗറിക്ക്. ഇതിൽ ഏകദേശം 18 കിലോമീറ്റർ ആണ് മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു. ഒരു 15 കൂട്ടിയാൽ മതി. ഒരു പ്രീമിയം സെഗ്മെന്റിൽ A4 ആണ് ഇത്. ഈ ഓഡിയിൽ A6-നേക്കാളും കൂടുതലും എൻക്വയറിയും കൂടുതലാണ്. A6 ആകുമ്പോൾ നമുക്ക് എക്സ്പെൻസീവ് ആണ്. പവറും കൂടും, എല്ലാം കൂടും. ഒരു സസ്പെൻഷൻ നമ്മൾ മാറണമെങ്കിൽ മിനിമം 1 ലക്ഷം രൂപ വരും. ഇത് ഏകദേശം ഒരു 10-20 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ടൈമിൽ പ്രീമിയം കൊണ്ടുകൊടുക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ A4 ഓക്കെ. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് ഹോണ്ട സിറ്റി. അടുത്തത് KL41 ആലുവ രജിസ്ട്രേഷൻ വാഹനമാണ്. അതെ. പറോളൂ എങ്ങനെയാ കാര്യങ്ങൾ? 2018 മോഡല് ഹോണ്ട സിറ്റിയിൽ V ഓപ്ഷനാണ്. IV ടെക്കിൽ പെട്രോൾ എഞ്ചിന് 62,000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. 18 മോഡൽ. 18 ന്യൂ ഷേപ്പിൽ വരുന്നത്. ഓക്കെ. V ഓപ്ഷൻ ആകുമ്പോൾ ഇതിൽ ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി എല്ലാ അധികം ഡയമണ്ട് കട്ട് വീല് കാര്യങ്ങൾ. ZX എയർ ബാഗിൽ വ്യത്യാസമുള്ളൂ. VX ആകുമ്പോൾ സൺറൂഫ് തന്നെ തുടങ്ങും. പുറമെ നിന്ന് കാണുന്ന ആളുകൾക്ക് ആകുമ്പോൾ ഇതിന്റെ വ്യത്യാസം ഉള്ളത് സൺറൂഫിന്റെ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇതിൽ മെയിൻ ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. ഈ ഒരു വലത് ഭാഗത്ത് ആ കവളിന്റെ അടുത്ത് പരിക്കുണ്ട്. അപ്പുറോണ്ട് കാര്യങ്ങളൊന്നുമില്ല. റൈറ്റ് ഫെൻഡർ ചെറിയ നിലക്കം നിർത്തി പെയിന്റ് അടിച്ചിട്ടുള്ളൂ, മാറിയിട്ടില്ല. ഗ്ലാസ് പൊട്ടിയത് ഐഡിയിൽ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അതിന്റെ വിലപ്പാക്കുണ്ട്. കാരണം ഈ വണ്ടിക്ക് 7.25 ലക്ഷം രൂപ 8 ലക്ഷം രൂപ വില. 18 വണ്ടി 62,000. നമ്മളിപ്പോ കൊടുക്കുന്ന റേറ്റ് 675 ആണ്. ഇനിയും കുറച്ച് കൊടുക്കും. ഒരു ആ ഇടിയുടെ ആഘാതത്തിന്റെ അപ്രോണോ ചേസുമൊക്കെ ഒന്നും വന്നിട്ടില്ല. റീപ്ലേസിന്റെ വില കുറഞ്ഞിട്ടുണ്ട്. 6.5-6.25 വരെ ലോണും കിട്ടും. നിങ്ങൾക്ക് നോക്കാം. അപ്രോണ് ചേസിനൊക്കെ നമ്മൾ ഓടിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട്. ഷോക്ക് ആബ്സർ ബാക്കിൽ ലെഫ്റ്റ് സൈഡ് ഷോക്ക് ആബ്സർ പോയിട്ടുണ്ട്. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. അത് നമ്മൾ മാറി കൊടുക്കാം. ഷോക്ക് ആബ്സർ ഒന്നും വലിയ ചിലവുള്ള കാര്യമൊന്നും 1,800 എന്തായാലും മാറണം. നമ്മൾ വണ്ടി എടുത്താൽ ഓടിക്കുമ്പോൾ കൂടുതൽ നിർത്തിയിട്ട വാഹനങ്ങളിൽ ഷോക്ക് ആബ്സർ പണ്ടത്തെ ഒരു പെർഫോമൻസ് കിട്ടൂല. അപ്പൊ അതെ. ഓക്കെ. അപ്പോൾ അധികം നിർത്തിയിട്ട് ഓടിക്കാം അല്ലേ? പെട്രോൾ വണ്ടികൾ എടുക്കുന്ന ആളുകൾക്ക് കൂടുതലും ഓട്ടം കുറവായതുകൊണ്ടാണ് പെട്രോൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതിന്റെ ബുഷുകളാണ് ഇതിന്റെ അകത്ത് വരിക. ഡബ്ബർ ബുഷുകളൊക്കെ കൂടുതൽ കാലം വെച്ച് കഴിഞ്ഞാൽ ദ്രവിച്ചു പോകും. അപ്പോൾ 2018 V ഓപ്ഷൻ പെട്രോൾ ഹോണ്ട സിറ്റി. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? 62,000 കിലോമീറ്റർ പെട്രോൾ ആണ്. ഓക്കെ. പെട്രോൾ എത്ര കൊടുക്കാം? 675 ആണ് നമുക്ക് റേറ്റ്. ഇനിയും കുറച്ച് കൊടുക്കും ഈ ഒരു കസ്റ്റമർക്ക്. ഒരു നല്ല ഈ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഇല്ലെങ്കിൽ ഈ വണ്ടിയുടെ റേറ്റ് വന്നിട്ടുള്ളത് 8 ലക്ഷം 8.25 ലക്ഷം രൂപ വില വന്നിട്ടുള്ള വാഹനമാണ്. നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്യാം. കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു 13-16 റേഞ്ച് മൈലേജ് കിട്ടും. 12-16 അല്ലേ എന്തായാലും കിട്ടും. ഒരു 15 ആവറേജ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു 7 സീറ്റർ ആണ്. മഹീന്ദ്ര മറാസോ KL45 രജിസ്ട്രേഷൻ. ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ. പറയൂ എങ്ങനെയാ? 2018 ലാസ്റ്റ് M6 ആണ്. ഡീസലില് 15 കിലോമീറ്റർ മുതൽ മൈലേജ് കിട്ടുന്ന വാഹനം. 15 കിലോമീറ്റർ ഒരു ആവറേജ് പ്രതീക്ഷിക്കുക. അതായത് ഇന്നോവ ആണെങ്കിൽ
2.4 മുതലാണ് വരുന്നത്. അത് മാറി, CC മാറി, പവർ മാറി. പക്ഷെ അതിന് 10 മുതൽ 12 വരെയൊക്കെ കിട്ടത്തുള്ളൂ. ഇത് 7 സീറ്ററിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വാഹനമാണ്. പിന്നെ ഒരു വർഷം നിർത്തിയിടുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് അത്ര അടക്കണ്ട, വെറും ഷിഫ്റ്റിന്റെ റിഡ്സിന്റെ ഇൻഷുറൻസ് ഇതിന് വരുള്ളൂ. 1498 CC ആണിത്. 1500 CC ആയി കഴിഞ്ഞാൽ 10,000 രൂപ തേർഡ് പാർട്ടിന് വരും. ഇത് സാധാരണ 4,500 രൂപന്റെ അകത്തെ ഇൻഷുറൻസ് വരുള്ളൂ. 7 സീറ്റിൽ നല്ല സ്പേസ് ഉള്ള വാഹനമാണ്. M6 അല്ലേ പറഞ്ഞല്ലേ? M6 M8 ഉണ്ട് ഇതിന്റെ ടോപ്പ് മോഡല്. അതെ, ടോപ്പ് ആയിട്ട് എന്താ കാര്യമായിട്ട് വ്യത്യാസം വരാം? അലോയില് സൈസ് വ്യത്യാസമുണ്ട്. ഇത് 16ഉം അത് 17 ആണ് വരിക. പിന്നെ ക്രൂസ് കൺട്രോൾ വ്യത്യാസം വരും. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അത്യാവശ്യം ഫീച്ചേഴ്സുകളൊക്കെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും. എല്ലാ ഫീച്ചേഴ്സും ABS ഒക്കെ വരും. 2018 ലാസ്റ്റ് 1,00,000 കിലോമീറ്റർ പായിട്ടുണ്ട്. ക്ലച്ച് ഡിസ്കും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. വേറെ റീപ്ലേസ് അപാകതകൾ ഒന്നും നിലവിൽ വാഹനത്തിനില്ല. 5 ടയറും പുതിയതാണ്. 10ാം മാസം വരെ പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ആണ്. മാക്സിമം ഈ വാഹനങ്ങൾക്കൊക്കെ കസ്റ്റമർക്ക് ലോണും കിട്ടും. മാക്സിമം ലോൺ കിട്ടുന്ന വാഹനങ്ങളാണ്. എത്ര ഇപ്പൊ നമ്മൾ 8,90,000 രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എല്ലാ വണ്ടിക്കും എന്തായാലും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരുമെന്ന് പറയുന്നുണ്ട്. 2018 M6 മറാസോ. ഇതിന്റെ M4 നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അതൊക്കെ ഏകദേശം ആകുമ്പോൾ ഒരു 8 രൂപ ആ റേഞ്ചിലൊക്കെ M4 വരിക. M2 ആകുമ്പോൾ നമുക്ക് പറ്റ ബേസ് ആകും. അതിന് 7.25 ആ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. നമ്മൾ ഇതാണ് കൂടുതൽ കൊണ്ടു വെക്കുക വെച്ചാൽ വലിയ മാറ്റങ്ങളൊന്നും ഫുൾ ഓപ്ഷനിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് M6 വരുന്നു. റെനോ ഡസ്റ്റർ ആണ്. KL 21 നെടുമങ്ങാട്, തിരുവനന്തപുരം ജില്ല. പറഞ്ഞോളൂ. 2019 മോഡല് ഡീസലില് RXZ 85 ഫുൾ ഓപ്ഷൻ വാഹനം. ഏറ്റവും ടോപ്പ്. ഇതില് ഡസ്റ്ററിൽ നല്ല ക്ലിക്കായ കളറുമാണിത്. ഇതിന്റെ ഒരു ഓട്ടോമാറ്റിക് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് മാനുവലാണ്. ഏകദേശം 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് ഈ ഡസ്റ്റർ എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, 60, 120, 180 ഇതിന്റെ മേജർ സർവീസ് വരിക. മേജർ സർവീസ് എന്ന പ്രത്യേക മേജർ ഒന്നുമില്ല. അതിന്റെ ബെൽറ്റ് മാത്രം റീപ്ലേസ് ചെയ്യാൻ ടെൻഷൻ ഒന്നുമില്ല. അത് 110 ആണ് വരിക. ഇഞ്ചക്ടർ അടിയും കാര്യങ്ങളൊക്കെ 85 അങ്ങനത്തെ കംപ്ലൈന്റുകൾ കുറവാണ്. RXZ 85 വളരെ കുറവായിട്ടാണ് 19 വന്നിട്ടുള്ളത്. RXS ആണ് കൂടുതൽ വന്നിട്ടുള്ളത്. RXZ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. ടയർ ഭാഗങ്ങളൊക്കെ ഫിറ്റ് ആണ്. ഷോറൂമിൽ നിന്ന് 68 സർവീസും കഴിഞ്ഞിട്ടുണ്ട്. 70 സംതിങ് ഓടിയിട്ടുണ്ട്. അടിപൊളി സീറ്റ് കവർ, സർവീസ് ബുക്ക്, സെക്കൻഡ് കീ ഒക്കെ ഉണ്ട്. അതൊക്കെ പക്ക കണ്ടീഷനോടുകൂടിയ വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 9 രൂപയാണ്. മാന്യമായിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാം. ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ഉണ്ട്. നമുക്ക് എടുക്കുന്ന കസ്റ്റമർക്ക് മാക്സിമം ലോണും ചെയ്യാം. 17-18 റേഞ്ച് മൈലേജും കിട്ടും. 20 തന്നെ കിട്ടും ലോങ് പോകുമ്പോൾ. 18 കൂട്ടിയാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. 9 ലക്ഷമാണ് ആസ്ക് ചെയ്യുന്നത്. 2019 RXZ 70 സംതിങ് ഓടിയ വാഹനമാണ്. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത രജിസ്റ്ററാണ് KL 3 രജിസ്ട്രേഷൻ ആണ്, പത്തനംതിട്ട വാഹനം. ഇത് RXS ആണ്. RXS ആണ്. ഇതിന് തൊട്ട് താഴെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ക്രൂസ് കൺട്രോൾ, മിറർ ഫോൾഡിങ്, ഉള്ളിൽ നമ്മൾ കമ്പനി ഇൻബിൽഡ് GPS നാവിഗേഷന് വരും. അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ AC, അങ്ങനെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ. പുറമെ നിന്ന് കാണുന്ന ആളുകൾക്ക് അലോയ് വീൽ ഉണ്ട്, എയർ ബാഗ് ഉണ്ട്, ABS ഉണ്ട്, ബാക്കിയുള്ള എല്ലാ ഭാഗവും ഒക്കെയാണ്. അങ്ങനെ ചെറിയ 2018 മോഡൽ, 19 ഡെലിവറി, 19 രജിസ്റ്റർ. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 48 ഷോറൂമിൽ നിന്ന് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. 4 ടയറും പുതിയ ടയറാണ്, പുത്തൻ ടയറാണ്. 23 ടയറാണ്. കോണ്ടിനെന്റലിന്റെ നല്ല സൈസ് കൂടിയ ടയറാണ്. ഇതിൽ ഒന്നുകൂടി ഗ്രിപ്പ് കൂടിയ ടയറാണ്. സീറ്റ് കവർ ഉണ്ട്, സബ് ഉണ്ട്, ഹാമ്പ്, അങ്ങനെയുള്ള എല്ലാ ഫിറ്റേഴ്സും ചെയ്തിട്ടുണ്ട്. 6ാം മാസം വരെ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. റേറ്റ് ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് 8.5 രൂപ. 8,50,000. നമ്മൾ നേരത്തെ കണ്ടത് 2019 വാഹനം തന്നെ, അത് RXZ ആയിരുന്നു. അതാണ് 9 ലക്ഷം ചോദിച്ചത്. ഇത് 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ, 8.5 ലക്ഷം രൂപയ്ക്ക് RXS. അതിന് തൊട്ട് താഴെ കിലോമീറ്റർ വാഹനങ്ങളാണ് ഇതൊക്കെ. 55,000 ഡീസലിൽ 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വാഹനം. ഏകദേശം ഒരു 1 ലക്ഷം രൂപന്റെ അടുത്ത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് അവർ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. നമ്മൾ നേരത്തെ ഇതിൽ ലോൺ പറഞ്ഞിട്ടില്ല. നേരത്തെയും ഫുൾ ലോൺ കിട്ടും. ഇതിലൊരു 7 ലക്ഷം രൂപ ലോൺ കിട്ടും. ഒരു 90% വണ്ടിയുടെ 90% നമുക്ക് ലോൺ കിട്ടും. അത് ഫുൾ ലോൺ കിട്ടും. മാക്സിമം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫുൾ ലോൺ കിട്ടും നമുക്ക്.
രണ്ട് ഡസ്റ്റർ ഉണ്ടല്ലേ, എന്നാൽ പിന്നെ ഒരു ടെറാനോ കൂടെ കിടക്കട്ടെ. KL 35 രജിസ്ട്രേഷൻ ടെറാനോ. ഇതും സിംഗിൾ ഓണർ വണ്ടി. 85 85 മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ 1 ടൺ എടുക്കും. ഓട്ടോമാറ്റിക്കലി 85 വരുന്നില്ല. 2017 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് വാഹനം. 7 ലക്ഷം രൂപ IDV ഉണ്ട്. അടുത്ത 9-ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. ടയർ കണ്ടീഷൻ ഒരു 90% ടയർ ഉണ്ട്. ഇത് പുറകിലേ 90 ഇല്ല, ഫ്രണ്ടിൽ 90% ടയർ ഉണ്ട്. വേറെ റീപ്ലേസ് അപാകതകളോ ഒന്നുമില്ല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇതിലും കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് വേരിയന്റ് അല്ല, എക്സൽ ഓപ്ഷൻ അല്ല, എക്സൽ ഉള്ളൂ. മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. ബാക്കിയുള്ള എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ, അലോയ് വീൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കമ്പനി സ്റ്റീരിയോ ഇൻബിൽഡ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സെയിം മൈലേജ് തന്നെ, സെയിം വണ്ടി തന്നെ, സെയിം പ്ലാറ്റ്ഫോം തന്നെ, എല്ലാം സെയിം ആണ്. കമ്പനി നിസാനും മറ്റേ റെനോയും. അതെ, അത് മാറ്റുള്ളൂ. 17 വണ്ടി നമുക്ക് 7 രൂപയാണ് ചോദിക്കുന്നത്. മാക്സിമം 7 ലക്ഷം രൂപ ലോണും കിട്ടും. വേറെ റീപ്ലേസ് അപാകതകളൊന്നുമില്ല. സർവീസ് ബുക്ക്, സെക്കൻഡ് കീ ഒക്കെ ഉള്ള വാഹനം. സെക്കൻഡ് കീ ഉണ്ട്. നമ്മൾ കാണിച്ച എല്ലാ വണ്ടിക്കും സെക്കൻഡ് കീ ഉണ്ടോ? ഉണ്ട്. ഇതിനും സെക്കൻഡ് കീ ഉണ്ട്. RC മാറിയിട്ടേ കസ്റ്റമർ തരുള്ളൂ. മറ്റേ സെക്കൻഡ് ചാവി ഉണ്ട്. മാക്സിമം ലോണും കയറുള്ളൂ. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കുക കസ്റ്റമർക്ക്. വേണമെങ്കിൽ ഒരു 90% ഉദ്ദേശിച്ചാൽ മതി. കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ചാണ് 100% നിങ്ങൾക്ക് ലോൺ കിട്ടും. 700 സിബിൽ സ്കോർ ഉള്ള ആളുകൾക്ക് 90% കിട്ടും. 750 ഉള്ള ആളുകൾക്ക് 100% കിട്ടും. അത്ര മാത്രം ഉദ്ദേശിച്ചാൽ മതി. സിബിൽ സ്കോർ മാത്രം പോരാ, ട്രാൻസാക്ഷൻ കാണിക്കണം. ലാസ്റ്റ് 6 മന്ത് 180 ദിവസത്തെ ബാങ്കിൽ ഇടപാട് നോക്കണം. ബാലൻസിങ് ചെക്ക് ചെയ്യണം. അവർ ഒരു മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തു. അത് ചെക്ക് ഒരുപാട് ആളുകൾ അത് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. 5, 10, 15, 20, 25, 30 ഈ ഡേറ്റുകളിൽ നിങ്ങളെ ബാലൻസിങ് എത്രയെന്ന് അവർ ചെക്ക് ചെയ്യും. അത് എന്നിട്ടൊരു ഓവറോൾ കാൽക്കുലേഷൻ ചെയ്തിട്ട് ആവറേജ് എടുക്കും. അതാണ് അതിൻ്റെ ആവറേജ് ബാലൻസ്. അത് മാത്രം പറഞ്ഞു. ഇപ്പോൾ അതിനായിട്ട് നമ്മൾ അയച്ചു തരേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വന്തം ചെക്ക് ചെയ്യാം. സിബിൽ സ്കോർ സ്വന്തം ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സ്വന്തം ചെക്ക് ചെയ്യാം. അത്ര മാത്രം നോക്കിയാൽ മതി. ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് അതിനൊക്കെ ഇപ്പോൾ. അതെ, ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു മെറാസോ വന്നിരിക്കുകയാണ്. KL 7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് ടോപ്പിൻ്റെ M8 M6 2 ഉണ്ട്. ഒരു പർപ്പിളും ഒരു വൈറ്റും. ഇത് M8 1. ഓക്കെ, 3 വണ്ടിയാണുള്ളത്. അപ്പോൾ 3 വണ്ടി മൊത്തം ഉണ്ട്. മറ്റേത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മളെ കാറ്റലോഗിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. 2019 ആണത്. നമ്മളെല്ലാം ഒരേ മോഡൽ കാണിക്കേണ്ടത്. ഇത് 2018 മോഡൽ, 19 ഡെലിവറി, 19 രജിസ്റ്റർ, 70 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് വേറെ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് 2 പുത്തൻ ടയർ ഉണ്ട്. ബാക്കിൽ ടയർ ആവറേജ് ആണ്. വണ്ടി ഒരു 15 കിലോമീറ്റർ മൈലേജ് കൂട്ടിയാൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ആക്സിഡന്റ് കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരുന്നു. 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വാഹനമാണ്. നമുക്ക് ബിൽഡ് ക്വാളിറ്റിയാണ് വാഹനം. നമ്മൾ സേഫ്റ്റി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം പുതിയ വണ്ടിക്ക് ദേശം 18 ലക്ഷം രൂപൻ്റെ അടുത്ത് വില വരുന്നിട്ടുള്ള വണ്ടിയാണ്. M6-നാകുമ്പോൾ അത്ര വരുന്നില്ല, 15-ന്റെ അടുത്ത് വരുന്നുള്ളൂ. M8-ന് ഫുൾ ഓപ്ഷൻ ആണ്. ഏറ്റവും ടോപ്പ് വരും. എല്ലാ ഫീച്ചേഴ്സും, ലെതർ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരും. പ്രൈസിങ് എങ്ങനെയാ? 9,400,000. 9,75,000 രൂപ. 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ വരുന്ന M8 ഓപ്ഷൻ ആണ്. എത്രയാ പറഞ്ഞ? 70,000. 70 സംതിങ് കിലോമീറ്റർ, 70 സംതിങ് ഓടിയിട്ടുണ്ട്. സർവീസുള്ള വാഹനമാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. മാക്സിമം ലോണെങ്കിലും കിട്ടുമല്ലോ? ഫുള്ള് ലോൺ പ്രതീക്ഷിക്കുന്ന വണ്ടിയാണ്. നമുക്ക് മാക്സിമം കസ്റ്റമർക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. വിറ്റാര ബ്രസ KL 7 വണ്ടിയാണ്. ഇതും രജിസ്ട്രേഷൻ എറണാകുളം കുറച്ച് കാണുന്നുണ്ടല്ലോ. എറണാകുളത്തിന്റെ അനുബന്ധ പ്രദേശങ്ങളിലാണ് കൂടുതൽ വണ്ടികൾ. അവിടുന്ന് കൂടുതൽ വണ്ടികൾ കിട്ടുന്നുള്ളൂ. നമ്മുടെ ആളുകൾ നല്ലൊരു ഇപ്പോഴും ഇപ്പോൾ ഒരു ആൾട്ടോ 800 മാറ്റിയിട്ട് ഷിഫ്റ്റിലോട്ട് വരിക, അങ്ങനെ വരുന്നത്. ഇവരൊക്കെ എന്ന് വെച്ചാൽ അല്ലേ, ഒറ്റ കാര്യം, ഈ ഷിഫ്റ്റ് എന്ന് ഇവർ പറയുന്നുണ്ട്. മലപ്പുറത്തിൽ പൊതുവേ ഉള്ളൊരു എന്താ പറയുക, ഒരു ലാംഗ്വേജ് ആണ് ഷിഫ്റ്റ്. അത് മാറ്റാൻ പറ്റൂല. പലരും കമന്റ് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് അല്ല സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് ആണെന്ന് അറിയാം, പക്ഷെ ചില പ്രൊണൗൺസിയേഷൻ അങ്ങനെ വരുള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. പറഞ്ഞോളൂ. 2016 മോഡല്, 17 ഡെലിവറി, 17 രജിസ്റ്റർ. സെക്കൻഡ് ഓണറാണ്. 65-68 അകത്താണ് ഓടിയിട്ടുള്ളത്. ഡീസലില് ZDI. ഏറ്റവും ടോപ്പല്ല, വലിയ വ്യത്യാസമല്ല. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല. ഇത് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല. മറ്റേ അല്ലെങ്കിൽ എയർ ബാഗ് ബാക്കിയൊക്കെ ഉണ്ടാവും. ഒരു മാറ്റം വരുന്നില്ല. പ്രൊജക്ടർ ഹെഡ്ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു മാറ്റം വരുന്നുണ്ട്. ഫ്രണ്ട് ടയർ അത് നമ്മൾ ക്ലിയർ ചെയ്യും. എന്നാലും വണ്ടി ഓവറോള് എല്ലാ ഭാഗവും ഓക്കെയാണ്. വേറെ
എക്സ്ട്രാ ഒരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് 6,90,000 6,90,000 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. ഇൻഷുറൻസ് 17 രജിസ്ട്രേഷൻ ആണ്. ഡീസലിൽ ടോപ്പിന്റെ തൊട്ട് താഴെ ഏകദേശം 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ധൈര്യപ്പെട്ട് 20 പറയാം. ടയേഴ്സും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സ് ഉണ്ട്. പുറകിൽ കുറവാണ്, ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ടയേഴ്സ്. ആ ടയർ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ അല്ല കഴിഞ്ഞിട്ടുള്ള വിലയാണ് ഈ പറഞ്ഞത്. 6,90,000 രൂപയിൽ പുതിയ ഇൻഷുറൻസ് അടക്കം നമ്മൾ കൊടുക്കും. ഇപ്പോൾ ഇൻഷുറൻസ് ഒരു മാസം ഗ്യാപ്പുള്ളൂ. ഒരു RC മാറാനുള്ള സമയമെങ്കിലും ഇൻഷുറൻസ് വാലിഡ് അല്ലെങ്കിൽ നമ്മൾ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. ഓക്കെ അത്രേ ഉള്ളൂ. ഓക്കെ മാക്സിമം ലോണും കാര്യമുള്ളൂ. ഫുള്ള് ലോണും പ്രതീക്ഷിക്കുന്ന വണ്ടിയാണ്. കസ്റ്റമർ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഈ വാഹനത്തിന് ഫുൾ ലോൺ കയറും. ഈ കസ്റ്റമർക്ക് കയറോ ഇല്ലെന്ന് ചെക്ക് ചെയ്തിട്ട്. അടുത്തൊരു ഓട്ടോമാറ്റിക് ഡിസയർ ആണ്. KL 56 കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷനുള്ള വാഹനമാണ്. അതെ, ഒരു ചെറിയ ഒരു ഫാമിലിക്ക് ബാക്കിലോട്ട് പോകാത്ത ഓട്ടോമാറ്റിക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ബാക്കിലോട്ട് പോകാത്ത കേറ്റന്ന് താഴോട്ട് ഇറങ്ങാത്ത, അല്ല റിവേഴ്സ് ഇല്ലാത്തല്ല, മോഹൻലാലിന്റെ ഡയലോഗ് അല്ല, ബാക്കിലോട്ട് ഇറങ്ങാത്ത AT ആണ് ഈ വാഹനം. AMT നമ്മുടെ അടുത്ത് ഓട്ടോമാറ്റിക് 5 എണ്ണം സ്റ്റോക്ക് ഉണ്ട്. AT 1, AMT 1, CVT 1, DST 1, പിന്നെ ഓരോന്ന് എടുത്തിട്ടുള്ളൂ. അത് പോകുമ്പോൾ അടുത്ത അതിലോട്ട് ഒന്നും കൂടി എടുക്കും. ഇത് 2012 ലാസ്റ്റ് വാഹനമാണ്. ഇപ്പോഴത്തെ ഒരു VXI അലോയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. 4 പുത്തൻ ടയറുണ്ട്, വാറണ്ടി ഉള്ള ടയറാണ്. 4 അപ്പോളോയുടെ 2 വർഷം വാറണ്ടി ഉണ്ട്. കല്ലടിച്ച് പൊട്ടിയാൽ വരെ റീപ്ലേസ് ചെയ്ത് കിട്ടും. ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ആണ്. റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. VXIയിൽ ഓട്ടോമാറ്റിക് ആണ്. വേറെ ഒന്നും പറയാനൊന്നുമില്ല. മൈലേജ് നോക്കുകയാണെങ്കിൽ AMTനെ അപേക്ഷിച്ചിടത്തോളം ഒരു 3 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാവും. 18 കിലോമീറ്റർ ഒന്നും കിട്ടൂല. ഇതൊരു 15ന്റെ താഴോട്ട് പ്രതീക്ഷിച്ചാൽ മതി. വണ്ടി പെർഫോമൻസ് ആണെങ്കിലും ലാഗിങ് ഉണ്ടാവില്ല, ഗിയർ ഷിഫ്റ്റിംഗ് അറിയില്ല. നോർമലായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്ത് പോകാം. നമ്മളെ പേരിലോട്ട് മാറാൻ കൊടുത്തിട്ടുണ്ട്. ഈ RC ഇപ്പോൾ ഭയങ്കര ഡിലേ ആണ്. RTO ഓഫീസിലൊന്നും പ്രിന്റുകൾ കുറവായത് കാരണം നല്ല ഡിലേ വരുന്നു. റീപ്ലേസ് ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ് ഇല്ല. എന്തോ ഒരു നിർത്തിയ ഒരു ഇല്ല, ഇത് ചെറിയൊരു നിളക്കല്ല ഇവിടെ, വേറെ റീപ്ലേസ് ഒന്നുമില്ല. അത് ഈ കസ്റ്റമറെ നമ്മൾ പറഞ്ഞ അവർ കുട്ടികളെ പോയി ഇരുത്തിയപ്പോൾ ചെറിയ നിളക്കം വന്നാ. കാരണം അത്ര ഒന്നും അതിനുള്ള ക്വാളിറ്റി ഒന്നും ഇതിന്റെ ബോഡിക്ക് ഇല്ലാന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും വാഹനത്തിനില്ല. അത്രേ ഉള്ളൂ. പ്രൈസ് ലോൺ നമുക്ക് 3,95,000 പ്രൈസ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം ഇനി കുറച്ച് കൊടുക്കാം. ഒരു 3 ലക്ഷം വരെ മാക്സിമം ലോണും ചെയ്യാം. 2.5 ലക്ഷം IDV ഉള്ളത് 3 ലക്ഷം വരെ ലോണും ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. ഒരു ഓട്ടോമാറ്റിക് വാഹനം. അടുത്ത വണ്ടിയിലേക്ക് അങ്ങനെ ഒരു റെഡ് ഡീസൽ പോളോയിലേക്ക് വന്നിരിക്കുകയാണ്. KL 50 രജിസ്ട്രേഷൻ ആണ്. 50 ഇവിടെ മണ്ണാർക്കാട് അല്ലേ? ഓക്കെ. പാലക്കാട് ജില്ലേന്റെയും മലപ്പുറത്തിന്റെയും ബോർഡർ. പാലക്കാടാണ് ജില്ല വരുന്നത്. അതെ, പറഞ്ഞോളൂ. 2015 മോഡല്, 15 സെക്കൻഡ് ഓണർഷിപ്പാണ്. 1 lakh കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ 2 ഫ്രണ്ടിൽ പുതിയ ടയർ ഞാൻ ഇട്ടിട്ടുണ്ട്. റീപ്ലേസ് അപാകതകളൊന്നുമില്ല. ഓപ്ഷൻ ഹൈലൈൻ 1.5. അന്നത്തെ ടോപ്പ് എൻഡ് ആണ്. 1.5 ഡീസൽ ഹൈലൈൻ. ഇതിൽ കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നത് 1.5 4 സിലിണ്ടർ വരുന്ന എഞ്ചിനാണ്. 3 സിലിണ്ടർ 3 സിലിണ്ടർ വരുന്നത്. 1.5 4 സിലിണ്ടർ വരുന്നുള്ളൂ. അതില് ഞാൻ പേഴ്സണലി കുറെ ഉപയോഗിച്ച വാഹനമാണ്. പെർഫോമൻസ് ഒരു രക്ഷയില്ല, മൈലേജും ഒരു രക്ഷയില്ല. 18 കുറയാതെ തന്നെ കിട്ടുന്നു മൈലേജ്. ലോങ് ഡ്രൈവിലൊക്കെ അതിൽ കൂടുതൽ കിട്ടും. പിക്കപ്പിംഗ് നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു ഓവർടേക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഒന്നും കാത്തേക്കൂല, കയറൊക്കെ പോകും സാധനം. അതെ, ആ ഒരു പെർഫോമൻസ് കിട്ടുന്ന വാഹനമാണ്. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊടുക്കുക കസ്റ്റമർക്ക്. നിലവിൽ പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുക. ഒരു ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. 5.20 റേറ്റ് പറയുന്നത്. മേജർ കഴിഞ്ഞിട്ടുള്ള വാഹനമാണ്. ബെൽറ്റ് ആണ് ഇതിന് വരിക. ടൈം ബെൽറ്റ് ആണ് വരിക. ഒരു സൗണ്ടും ഇല്ല. ഷോറൂം കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ടാണ് ഈ വാഹനം പർച്ചേസ് ചെയ്യുന്നത്. പേടിക്കണ്ട. പിന്നെ ഡീസൽ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒരു മെയിൻ്റനൻസ് വണ്ടി. ഈ വാഹനം 1 കിലോമീറ്റർ ഓടുമ്പോൾ 1 രൂപ നമ്മൾ മാറ്റി വെക്കണം. ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്യുകയാണെങ്കിൽ 15,000 കിലോമീറ്റർ ഓടുമ്പോഴാണ് സർവീസ് വരിക. 15,000 സർവീസിന് മാത്രമാണ് പറയുന്നത്. അല്ലാണ്ട് തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡീസൽ വണ്ടിയാണ്, അതിൻ്റെതായ മെയിൻ്റനൻസ് വരും. അത് കണ്ടുകൊണ്ട് മാത്രമേ വണ്ടി എടുക്കുക. കാരണം പോളോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ
കമ്പനി ഇൻഷുറൻസ് സർവീസ് ചില ആളുകൾ കൂടുതലാണ്. പറമ്പ് വാങ്ങിയിടും പോലെ വണ്ടി വാങ്ങിയിടാന്നുള്ളൊരു മെന്റാലിറ്റി ഒരിക്കലും പാടില്ല. ഒരു വണ്ടി എടുത്ത് ലോസ് ആണ്, വണ്ടി നഷ്ട കച്ചവടമാണ് ശരിക്കും. നമ്മുടെ ആവശ്യത്തിന് അന്നത്തെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു വാഹനം എടുക്കും, അത്രേ ഉള്ളൂ. കാരണം ഒരു വാഹനം എടുത്ത് വിൽക്കുമ്പോൾ ലാഭം കിട്ടുന്ന പ്രതീക്ഷ ഒരിക്കലും എടുക്കണ്ട. ഒരു വണ്ടി എടുത്ത് വിൽക്കുമ്പോൾ, ചെറിയ വണ്ടികൾ എടുക്കുമ്പോൾ ഒരു 25,000 രൂപ നമ്മളെ കയ്യിൽ നിന്ന് പോകും എടുത്ത് വിൽക്കുമ്പോൾ. വലിയ വണ്ടികൾ കൊടുക്കുമ്പോൾ 50,000 രൂപ പോകും. അതിനി 2 കൊല്ലം 3 കൊല്ലമൊക്കെ ആകുമ്പോൾ കൊല്ലത്തിൻ്റെ അനുസരിച്ചുള്ള ഡിപ്രിസിയേഷൻ കുറയും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ ഇന്നൊരു വീഡിയോ കാണുമ്പോൾ അതിന്നൊരു വണ്ടി സെലക്ട് ചെയ്യും, നാളെ ഒരു വീഡിയോ കാണുമ്പോൾ അതിന്നൊരു വണ്ടി സെലക്ട് ചെയ്യും. അങ്ങനെ ലോണിന് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ സിബിൽ പോയ ഒരുപാട് ആളുകൾ. വണ്ടി നഷ്ട കച്ചവടം എന്നല്ല, വണ്ടി എടുക്കുന്നതുകൊണ്ട് നേട്ടങ്ങളുണ്ടോ? അതായത് വണ്ടി നമ്മുടെ ടൈം ലാഭം, പല കാര്യങ്ങൾക്കും വണ്ടി ഉപകരിക്കും. വാഹനം എന്ന് പറയുമ്പോൾ ഇത് പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഈ 50,000 25,000 അല്ല നഷ്ടം വരിക, അതിന് ലക്ഷങ്ങൾ നഷ്ടം വരും. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താനുള്ള കാര്യം പറഞ്ഞത്. അപ്പൊ ഇത് 5,20,000 അല്ലേ? 2015 ഹൈ ലൈൻ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള പോളോ ആണ്. 1 lakhന്റെ മേലെ ഓടി, ഫുൾ മേജർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഡീസൽ പോളോ ഡുവൽ ടൂൺ അവർ ആക്കിയതാണ് കേട്ടോ. വില നമുക്കൊന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തൂടെ? റേറ്റ് ഇനിയും കുറച്ച് കൊടുക്കാം. ഇൻഷുറൻസ് നമ്മൾ പുതിയ എടുത്തു കൊടുക്കാം. ഫസ്റ്റ് ക്ലാസ് ആണ്. പുതിയ 2 ടയർ ഇട്ടിട്ടുണ്ട് കസ്റ്റമർക്ക്. അലോയ് സീൽ ഓൾറെഡി വരുന്നതാണ്, പക്ഷേ അവരെന്തോ മാറ്റിയിട്ടുണ്ട്, വേറെ ടൈപ്പ് അലോയ്സ് ആണ്. ആ ഫോക്സ് വാഗൺ തന്നെ കാണുന്നത്. ഓക്കെ അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. ഒരു ഹോണ്ട ജാസ് ആണ്. KL 63 രജിസ്ട്രേഷൻ വരുന്ന ജാസ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫ്ലഡ് ആണ്. അതെ പ്രത്യേകത. അപ്പോൾ ഇത് പ്രത്യേകത ആദ്യം തന്നെ പറയുന്ന വെച്ചാൽ നമ്മൾ ഇവിടെ എഴുതി വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഫ്ലഡ് വെഹിക്കിൾ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. അത് 2018 രജിസ്റ്ററും 17 മോഡലും വരുന്ന 44,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വാഹനമാണ്. വെറും 6,000 കിലോമീറ്റർ ആയപ്പോൾ സംഭവിച്ചതാണ്. വലിയ എ ലെവൽ കാറ്റഗറി ഉള്ളൂ. സീറ്റിന്റെ അടിഭാഗം നോക്കിയാൽ പോലും കിട്ടൂല. പ്ലാറ്റ്ഫോം മാത്രമല്ല, അത്രേ ഉള്ളൂ. വേറെ കംപ്ലൈന്റുകളൊന്നുമില്ല. CVT-ൽ V ഓപ്ഷനാണ്. അപ്പോൾ 6,000 കിലോമീറ്ററിൽ ഫ്ലഡ് ആയിട്ട് ഇപ്പോൾ ഇത്രയും കിലോമീറ്റർ 44,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 44,000 ബാക്കി ഓടിയിട്ടുണ്ട്. അപ്പോൾ വേറെ കംപ്ലൈന്റുകളൊന്നും വരുന്നതാണ്. വേറെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കംപ്ലൈന്റ് ആണ് ഫ്ലഡ് വണ്ടികൾക്ക് കൂടുതൽ വരിക. അങ്ങനത്തെ യാതൊരുവിധ കംപ്ലൈന്റും ഇല്ലാന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്താണ്. ഡുവൽ എയർ ബാഗ്, ABS, അലോയ് വീൽ കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷനാണ്. V ആണ് ഓപ്ഷൻ. ഇതിൽ നമുക്ക് ഫ്ലഡ് ഇല്ലാത്ത വണ്ടി എടുക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന് ഏകദേശം 7 ലക്ഷം രൂപ മാർക്കറ്റ് വരുന്നതാണ്. 17 മോഡൽ ഇത് 19 വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. A60 നമ്മൾ സെയിൽ ചെയ്തത്. അത് ഏകദേശം 14,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് A60 കൊടുത്തത്. ഇത് 44 ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് റേറ്റ് വന്നത് 590. 17 മോഡൽ 18 രജിസ്ട്രേഷൻ V ഓപ്ഷൻ ജാസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു പ്രീമിയം CVT ആണ്. CVT ഓട്ടോമാറ്റിക്കലി CVT സാധാരണ മാനുവൽ വാഹനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ അതിന്റെ തന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ 80,000 മുതൽ 1 lakhന്റെ വരെയൊക്കെ മാറ്റം വരുന്നുണ്ട് ഓരോ വണ്ടികൾ. ഓക്കെ, അപ്പോൾ ഇത് CVT വാഹനമാണ്. ഇതിന്റെ ഡീസൽ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, വേറൊരു കളറിലാണ്. അപ്പോൾ ഒരു ഫ്ലഡ് വണ്ടി കൂടെ നമ്മൾ കാണിച്ചിരിക്കുന്നു. നമ്മൾ മുന്നേ ഇവിടുന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങളുണ്ടാവും ആൾക്കാർക്ക് ഫ്ലഡ് വെഹിക്കിളും നമ്മൾ ഇതേപോലെ എഴുതി വെക്കും. എല്ലാ വാഹനത്തിനും അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എഴുതി വെക്കുന്നുണ്ട്. കാറ്റലോഗിലുണ്ട്. ഇതിലുണ്ട് ഫ്ലഡ് വെഹിക്കിൾ. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കാരണം വെച്ചാൽ വേറെ പണിയൊന്നുമില്ല, ഇത്രയും കിലോമീറ്റർ ഓടി അതിന് ശേഷം അല്ലേ? ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. 6 വിലക്ക് നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ പോട്ടെ, ലൈക്ക് വരട്ടെ, കമൻറ്റും ഒക്കെ തന്നെ ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതിൻ്റെ കമൻറ്റും കൂടി മെൻഷൻ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് മറന്നു പോകണ്ട. ബാക്കിയുള്ള വണ്ടികളൊക്കെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ കാറ്റലോഗിൽ കയറി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും ചെയ്യും. നമ്പർ കൊടുക്കുന്ന ആ കാറ്റലോഗിൽ കയറിയാൽ മതി. അതിൽ കാറ്റലോഗ് ഉണ്ട്, ഫുൾ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതാണ്. അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ സമീറ അടുത്തൊരു വീഡിയോ കാണാം അല്ലേ? ബൈ, താങ്ക് യു.